الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിങ്കളാഴ്ച ദിവസവും മഗ്‌രിബിന് ശേഷം നമ്മൾ നിശ്ചയിച്ചതുപോലെ ഫിഖ്ഹിൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാക്കി വെച്ചത് നജാസത്തുകളാണ്. ഏതൊക്കെയാണ് നജസുകൾ, ആ നജസിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിക്കേണ്ടത്. അതിൽ ആദ്യം എണ്ണിയത് ബൗലുൽ ആദമി വഗായിതുഹു, മനുഷ്യന്റെ മലമൂത്രം. ഇത് രണ്ടും നജസാണ്. അത് രണ്ടും ശുദ്ധീകരിക്കേണ്ട പല രൂപങ്ങളും പറഞ്ഞു. അതിലൊന്ന് ചെറിയ ആൺകുട്ടി, പാല് മാത്രം കുടിക്കുന്ന 2 വയസ്സിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ആൺകുട്ടി. ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അത് വെള്ളം കുടഞ്ഞാൽ ശുദ്ധിയാകുന്നതാണ്. വെള്ളം കൈകൊണ്ട് കുടഞ്ഞാൽ ശുദ്ധിയാകുന്നതാണ്. പെൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അത് കഴുകി ശുദ്ധിയാക്കേണ്ടതാണ്. സാധാരണ മൂത്രം ശുദ്ധിയാക്കുന്നത് പോലെ കഴുകി ശുദ്ധിയാക്കേണ്ടതാണ്. ആ ഒരു 2 മൂത്രം തമ്മിലുള്ള വ്യത്യാസം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിച്ചു എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ കഴുകാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. 2 തമ്മിൽ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുമില്ല, നമ്മളത് നോക്കുന്നുമില്ല. എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചത്, അത് സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതായിരിക്കണം നമ്മുടെ ദീനിന്റെ മാർഗം, രേഖ. പിന്നെ നമ്മുടെ ചെരുപ്പിലായ നജസ് ശുദ്ധിയാക്കേണ്ടത് മണ്ണിൽ ഉരച്ച് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ നീളം കൂടിയ വസ്ത്രത്തിലാകുന്നത് അത് മണ്ണ് തന്നെ ശുദ്ധിയാക്കുന്നതാണ്. പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ മറ്റോ മൂത്രമായാൽ അത് വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുക തന്നെ വേണം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ നജസ് ദമുൽ ഹൈദ്, ഹൈദിന്റെ ചോര. സ്ത്രീകളിൽ മാസത്തിൽ 1 പ്രാവശ്യം ഉണ്ടാകുന്ന ഹൈദിന്റെ ചോര നജസാണ്. വയുതഹറു ബിദ്ദൽകി വൽ ഗസ്ലി ബിൽ മാഇ വസ്സിദ്രി ഔ നഹ്വിഹി. അത് ശുദ്ധിയാക്കേണ്ടത് വസ്ത്രത്തിലായാൽ കൈകൊണ്ട് ഉരച്ച് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം. عن أسماء بنت أبي بكر رضي الله عنها قالت, أسماء رضي الله عنها പറയാണ്, جاءت امرأة إلى النبي صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു, സഹാബിയായ വനിത. فقالت, ആ പെണ്ണ് ചോദിച്ചു, أرأيت إحدانا تحيض في الثوب كيف تصنع. ഞങ്ങൾ പെണ്ണുങ്ങൾ ഹൈലായാൽ ചിലപ്പോൾ നമ്മുടെ വസ്ത്രത്തിൽ ചോരയാവും. ആ ചോര എങ്ങനെയാണ് കഴുകി ശുദ്ധിയാക്കേണ്ടത്? قال رسول صلى الله عليه وسلم പറഞ്ഞു, تحته ثم تقرصه بالماء وتنضحه وتصلي فيه. സഹാബി വനിത ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അവർക്കന്ന് ധാരാളം ഡ്രസ്സോ വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർക്ക് 1, ചില ആൾക്കാർക്ക് 2, അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹൈദിന്റെ സമയത്ത് വസ്ത്രത്തിൽ ചോരയായിട്ടുണ്ടാവും. ഹൈദ് ശുദ്ധിയായപ്പോ ആ ചോരയെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? മറ്റതിൽ തന്നെ നിസ്കരിക്കുവാണല്ലോ. അതാണ് ചോദ്യം വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹുത്തുഹു, അത് ഉണങ്ങിപ്പിടിച്ചതാണെങ്കിൽ നഖം കൊണ്ട് ചിരണ്ടിക്കളയണം. സുമ്മ തഖ്റുസുഹു ബിൽ മാ, പിന്നെ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് പിടിച്ച് കഴുകണം. വതൻളഹുഹു, എന്നിട്ട് വെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കണം. ഈ 3 രീതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ഹൈദിന്റെ ചോരയാകുമ്പോൾ എന്ത് ചെയ്യും? ഒരാഴ്ച ടൈം ഉണ്ടല്ലോ, വസ്ത്രത്തിൽ ഉണങ്ങി പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം വസ്ത്രം മാറ്റാനോ വേറെ ഇടാനോ അവർക്കില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് സഹാബി വനിതയിൽ നിന്ന്. അപ്പൊ കൈകൊണ്ട് നഖം കൊണ്ട് ചുരണ്ടിക്കളഞ്ഞ് കൈകൊണ്ട് പിടിച്ച് കഴുകി പിന്നെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. ഓ തുസല്ലി ഫീഹി, എന്നിട്ട് ആ വസ്ത്രത്തിൽ നിസ്കരിക്കാം. അതാണ് ഹൈദിന്റെ ചോര കഴുകേണ്ട രീതിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അമ്മ സായിറു ദിമാഇ ഫലം യസ്ബുത് ദലീലുൻ യുഫീദു നജാസതഹ. ഹൈദിന്റെ ചോരയല്ലാത്ത മറ്റേത് ചോരയാണെങ്കിലും അത് നജസാണെന്ന് അറിയിക്കുന്ന ഒരു ഹദീസും വന്നിട്ടില്ല. മനുഷ്യന്മാരുടെ ചോരയിൽ ഹൈദിന്റെ ചോരയല്ലാത്ത മറ്റൊരു ചോരയും നജസാണെന്ന് അറിയിക്കുന്ന ഒരു ഹദീസും സഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല.
വൽ ബറാഅത്തുൽ അസ്ലിയത്തു മുസ്തസ്ഹബത്തുൻ വൽ ഇഹ്തിയാത്തു അത്തതഹുറു മിൻഹ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കഴുകി ശുദ്ധിയാക്കണം. ശരീരത്തിൽ ചോരയുണ്ടെങ്കിൽ, രക്തമുണ്ടെങ്കിൽ അത് കഴുകി ശുദ്ധിയാക്കണം. പക്ഷെ അത് നജസാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മൂന്നാമത്തത് ലുആബുൽ കൽബി, നായയുടെ ഉമിനീര് നജസായി സ്ഥിരപ്പെട്ടത്. നായയുടെ ഉമിനീര്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹൂറു ഇനാഇ അഹദിക്കും ഇദാ വലഗ ഫീഹിൽ കൽബു, നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ, അൻ യഗ്സിലഹു സബഅ മർറാത്തിൻ, അത് ശുദ്ധീകരിക്കേണ്ടത് 7 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. 7 പ്രാവശ്യം അത് കഴുകണം. ഊലാഹുന്ന ബിത്തുറാബ്, അതിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണ് കൊണ്ടായിരിക്കണം. പല റിവായത്തുകളും വന്നിട്ടുണ്ട്. ആ 7 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക? മണ്ണ് കൊണ്ടാവുക. അത് ആദ്യത്തതിലാകലാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണ് കൊണ്ട് എന്ത് ചെയ്യാം? ആദ്യത്തെ പ്രാവശ്യം മണ്ണിട്ട് കഴുകാം, പിന്നെ 6 പ്രാവശ്യം വെള്ളമിട്ട് കഴുകിയാൽ ആ മണ്ണും ശുദ്ധിയായി, നജസും ശുദ്ധിയായി. അതാണ് അതിന്റെ രീതി. വയുൽഹഖു ബിലുആബിൽ കൽബി ലഹ്മുഹു, നായയുടെ ഉമിനീര് നജസാണ് ഈ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു. അതിന്റെ കൂടെ ചേർക്കപ്പെടും നായയുടെ മാംസവും. നായയുടെ മാംസവും നജസാണ്. വകദാലികൽ ഖിൻസീറു കിലാഹുമാ റിജ്സുൻ, അവൾ തന്നെ പന്നി മുഴുവനായിട്ടും നജസാണ്. قال تعالى قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مصفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഔ ലഹ്മ ഖിൻസീരിൻ, പന്നിയുടെ മാംസം നജസാണ്. അത് പിന്നെ പണ്ഡിതന്മാർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചതാണ് പന്നിയുടെ മാംസം നജസാണെന്നുള്ളത്. നാലാമത്തത് അൽ മൈതത്തു, ശവങ്ങൾ, മയ്യത്തുകൾ നജസാണ്. മയ്യത്ത് എന്ന് പറഞ്ഞാൽ വഹിയ മാ മാത മിൻ ഗൈരി ദകാത്തിൻ ശർഇയ്യത്തിൻ, ശർഇയായ രീതിയിൽ, ശർഇ പഠിപ്പിക്കുന്നതായ രീതിയിൽ അറുക്കപ്പെടാതെ മരിച്ച സാധനം. ശർഇ ഒരു രീതി പറഞ്ഞു തന്നിട്ടുണ്ട്, മൃഗങ്ങളെയൊക്കെ അറുത്തിട്ട് മാംസമാക്കാൻ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാത്ത രീതിയിൽ മരിച്ചതിനാണ് മയ്യത്ത് എന്ന് പറയാം. ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദുബിഗൽ ഇഹാബു ഫഖദ് തഹുറ, ഇദാ ദുബിഗൽ ഇഹാബു, ഒരു മയ്യത്തിന്റെ തോല്, അറുക്കപ്പെടാത്തൊരു മയ്യത്തും അതിന്റെ തോൽ എന്ത് ചെയ്യാം? അത് ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അത് എടുക്കാം. അപ്പൊ അത് ഉണക്കുന്നതിന്റെ മുമ്പ് എന്താണ്? അത് നജസാണ്. അതിൽ നിന്നും ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാ ഖുതിഅ മിനൽ ബഹീമതി വഹിയ ഹയ്യത്തുൻ ഫഹുവ മയ്യിത്തത്തുൻ, ഒരു മൃഗം ജീവിച്ചിരിക്കെ ജീവനുള്ള മൃഗത്തിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട അതിന്റെ അവയവം, അത് നജസാണ്. ആ മൃഗത്തിന് ജീവനുണ്ട്, പക്ഷെ അതിന്റെ അവയവം മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഏത് ഭാഗം ആകണമെങ്കിലും അതിന്റെ അവയവം മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ മാറ്റപ്പെട്ട അവയവം നജസാണ്, അത് മയ്യത്തിന്റെ സ്ഥാനത്താണ്. അതിൽ നിന്നും പണ്ഡിതന്മാർ ഒഴിവാക്കിയതാണ് നമ്മൾ തിന്നുന്ന മൃഗത്തിന്റെ രോമങ്ങൾ, അതുപോലെ തന്നെ പക്ഷിയുടെ തൂവല്, അതൊക്കെ അതിൽ നിന്നും പുറത്താണ്, അതൊന്നും നജസല്ല. അതല്ലാതെ മൃഗങ്ങൾ ജീവിച്ചിരിക്കെ അതിന്റെ ശരീരഭാഗത്തിൽ നിന്നും മുറിച്ച് മാറ്റപ്പെട്ട അവയവങ്ങൾ, അതും നജസാണ്. ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് തെളിവായിട്ട് അദ്ദേഹം കൊടുത്ത ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മാ ഖുതിഅ മിനൽ ബഹീമതി വഹിയ ഹയ്യത്തുൻ ഫഹുവ മൈതത്തുൻ, ജീവനുള്ള മൃഗത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടതൊക്കെ എന്താണ്? നജസാണ്. വയസ്തസ്നാ മിൻ ദാലിക മൈതത്തുസ് സമകി വൽ ജറാദ്, ഇതിൽ നിന്നും, ഈ നിയമത്തിൽ നിന്നും പുറത്താണ് എന്ത്? മത്സ്യം, മീൻ നമ്മൾ തിന്നുന്നത് ചത്തിട്ടല്ലേ, നമ്മൾ അറക്കുന്നില്ലല്ലോ മീനിനെ. അപ്പൊ മീൻ ഇതിൽ നിന്നും പുറത്താണ്. അതുപോലെ തന്നെ വൽ ജറാദ്, ജറാദ് എന്ന് പറഞ്ഞാല് ചെറിയൊരു ഇത്രയൊരു സാധനം, പാറ്റ. ഇത് രണ്ടും അറുക്കൽ ആവശ്യമില്ല, അറുക്കേണ്ടത് അതിന്റെ ശവം നമുക്ക് തിന്നാം, മയ്യത്ത് തിന്നാം. ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹില്ലത് ലനാ മൈതതാനി വദമാൻ, ഉഹില്ലത് ലനാ, നമുക്ക് ഹലാലാക്കപ്പെട്ടു, അഥവാ എന്റെ ഉമ്മത്തിന് ഹലാലാക്കപ്പെട്ടു, മൈതതാനി, 2 മയ്യത്തുകൾ, വദമാനി, 2 ചോരയും, 2 രീതിയിലുള്ള ചോരയും, അതുപോലെ തന്നെ 2 മയ്യത്തും എന്റെ ഉമ്മത്തിന് ഹലാലാക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മൽ മൈതതാനി, ആ 2 മയ്യത്ത് എന്നുള്ളത് ഫൽ ഹൂതു വൽ ജറാദ്, മത്സ്യവും ഈ ജറാദും, ഈ ചെറിയ പാറ്റയുമാണ്. വഅമ്മദ് ദമാനി, 2 ചോര എന്നുള്ളത് ഫൽ കബിദു വത്തിഹാൽ, കബിദ് എന്ന് പറഞ്ഞാല് കരള്, കരള് മനസ്സിലായോ? ബോട്ടിയല്ല, ലിവർ ചോരയല്ലേ,
അത് നമുക്ക് തിന്നാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കി തന്നതാണ്. അതുപോലെ തന്നെ പ്ലീഹ എന്നിട്ടൊരു സാധനമുണ്ട്. പ്ലീഹ എന്ന മലയാളത്തിൽ പറയാ, തിഹാല്. ഇത് രണ്ടും എന്താണ്? ഹലാലാണ്. മറ്റേ ചോര മനുഷ്യൻ്റെതല്ലാത്ത മറ്റുള്ള വസ്തുവിന്റെ ചോര എന്താണ്? ഒഴുകുന്ന ചോര നജസാണ്. അത്രയും ചോര എന്തായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തിന്നല് ഹലാലാക്കി തന്നു, അനുവദിച്ചു തന്നു. ഈ രണ്ട് രീതിയിലുള്ള ഭക്ഷ്യവസ്തു എന്ത് ചെയ്യാം? നമുക്ക് ഭക്ഷിക്കാം, അത് നജസല്ല. അഞ്ചാമത്തത് നജസായ വസ്തു ബൗലു വറൗസു മാ ലാ യുഅ്കലു ലഹ്മുഹു. നമുക്ക് തിന്നാൻ പറ്റാത്ത മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസാണ്. നമുക്ക് തിന്നാൻ പറ്റാത്ത മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസാണ്. ലഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു, അൻ യതമസ്സഹ ബിഅദ്മിൻ ഔ ബിബഅരിൻ, എല്ല് കൊണ്ടും അതുപോലെ തന്നെ ഉണങ്ങിയ കാഷ്ടം കൊണ്ടും ഇസ്തിജ്മാർ ചെയ്യുന്നതിനെ റസൂൽ നിരോധിച്ചു. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലുകൊണ്ട് മനാരിക്കൂലേ, കല്ലിന്റെ പകരം എന്ത് ചെയ്യും? ആ കല്ലിന്റെ സ്ഥാനത്തുള്ള വെള്ളത്തെ വലിച്ചെടുക്കുന്ന എന്ത് സാധനവും പറ്റും. അപ്പം സഹാബാക്കൾ എന്ത് ചെയ്യും? എല്ല് വെച്ചിട്ട് ഉണങ്ങിയ എല്ലുണ്ടാവുമല്ലോ, എല്ലും കഷ്ണം, അത് വെക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചു. എല്ല് കൊണ്ടും അതുപോലെ തന്നെ ഉണങ്ങിയ കാഷ്ടം കൊണ്ടും ചെയ്യാൻ പറ്റില്ല, ഇസ്തിജ്മാർ ചെയ്യാൻ പറ്റില്ല, അത് നജസാണ്. മറ്റൊരു ഹദീസ് ثبت أنه صلى الله عليه وسلم امتنع عن الاستجمار بالروث وقال هذا ركس. ഉണങ്ങിയ മൃഗത്തിന്റെ കാഷ്ടം കൊണ്ട് മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാക്കുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹാദാ റിക്സുൻ, അതെന്താണ്? നജസാണ്. അപ്പൊ നമ്മൾ തിന്നുന്ന മൃഗത്തിന്റെ എന്തല്ല? നജസല്ല. നമ്മൾ സാധാരണ തിന്നുന്ന മൃഗങ്ങൾ ഉണ്ടാവല്ലോ, ഏത്? ആട്, കോഴി, പോത്ത്, പശു, കാള, അതൊക്കെ നമ്മൾ തിന്നുന്നല്ലേ. അതിന്റെ മൂത്രവും കാഷ്ടവും എന്തല്ല? നജസല്ല. നമ്മൾ തിന്നാത്ത മൃഗങ്ങൾ നായി, പൂച്ച, പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവുക പന്നി, ഇതൊക്കെ എന്താണ്? അതിന്റെ മലമൂത്ര വിസർജനം നജസാണ്. അതുപോലെ തന്നെ അൽ മദിയു വൽ വദി. വൽ മദി, മദി എന്ന് പറഞ്ഞാൽ മാഉൻ അബ്യദു ലസിജുൻ യഖ്റുജു ഇൻദ ശഹ്വത്തിൻ. സാധാരണ ഒരാൾക്ക് വികാരം ഉണ്ടാകുന്ന സമയത്ത് അവന്റെ ഗുഹ്യഭാവങ്ങളിലൂടെ വരുന്ന വെള്ളത്തിനാണ് മദി എന്ന് പറയുന്നത്. മദി നജസാണ്. അത് നമ്മുടെ ചിലപ്പോൾ എന്ത് ചെയ്യും? അത് വരുന്നത് നമ്മൾ അറിയില്ല, നമുക്കത് അനുഭവപ്പെടൂല. അത് ശരീരത്തിലായാൽ എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഗുഹ്യാവയവം കഴുകണം, രണ്ടും. ആ രണ്ട് ഗുഹ്യാവയവം കഴുകും വേണം, പിന്നെ വുളു ചെയ്യണം, കുളിക്കേണ്ട ആവശ്യമില്ല. മദിയാണെങ്കിലും വദിയാണെങ്കിലും കുളിക്കേണ്ട ആവശ്യമില്ല. ഹദീസ് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഖാല, സഹാബി പറയാണ്, കുൻതു റജുലൻ മദ്ദാഅൻ, ഞാൻ അധികമായിട്ട് ശഹ്വത്ത് ഉണ്ടാവുകയും മദി വരുന്നയും വ്യക്തിയാണ്. وكنت أستحي أن أسأل النبي صلى الله عليه وسلم لمكان ابنته. ആ വിഷയത്തിലുള്ള മസ്അല അള്ളാന്റെ റസൂലിനോട് ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നി. കാരണം ലിമക്കാൻ ഇബ്നതിഹി, അള്ളാന്റെ റസൂലിന്റെ മകൾ എന്റെ ഭാര്യയാണ്, അല്ലെ? അലി അള്ളാന്റെ ഭാര്യയാണല്ലോ. അപ്പൊ എന്റെ ഭാര്യ ആയിരിക്കും, എന്റെ ഭാര്യന്റെ ഉപ്പാനോട് ആ രീതിയിലുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ എനിക്ക് മടിയായി, ലജ്ജയായി. അപ്പം ഫഅമർതുൽ മിഖ്ദാദ് ബിൻ അസ്വദ്, ഞാൻ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം റസൂലിനോട് ചോദിക്കാൻ പറഞ്ഞു. ഫസഅലഹു, അങ്ങനെ മിഖ്ദാദ് ബിൻ അസ്വദ് റസൂലിനോട് ചോദിച്ചു മദീന്റെ വിഷയം. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്സലു ദക്കറുഹു, അവന്റെ ഗുഹ്യാവയവം കഴുകണം, വയതവല്ലഹു, എന്നിട്ട് വുളു ചെയ്യണം. ഇത് നമ്മുടെ ശരീരത്തിലായാൽ, നമ്മുടെ വസ്ത്രത്തിലായാൽ എന്ത് ചെയ്യണം? വെള്ളം കുടയണം. വെള്ളം ശ്രദ്ധിക്കണം. നമ്മളത് അറിയില്ല, ഇത് പോകുന്നതോ നനയുന്നതോ നമ്മൾ അറിയില്ല. സാധാരണ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അൻ സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഖാൽ കുൻതു അൽഖാ മിനൽ മദി ശിദ്ദതൻ, സഹാബി പറയാണ്, എനിക്ക് അധികമായിട്ട് മദി ഉണ്ടാകുന്ന വ്യക്തിയാണ്. വകുൻതു ഉക്സിറു മിനൽ ഇഗ്തിസാൽ, അപ്പോഴെന്ത് ചെയ്യും? ഈ മദി വരുമ്പോഴൊക്കെ ഞാൻ കുളിക്കും. അറിയുന്നതിന്റെ മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് കുളിക്കും, അധികമായിട്ട് കുളിക്കും. ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക്, അങ്ങനെ ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യുജ്സീക മിൻ ദാലികൽ വുളു, നിനക്ക് എന്താക്കിയാൽ മതി? കുളിക്കേണ്ട ആവശ്യമില്ല, വുളു ചെയ്താൽ മതി. ഖുൽതു യാ റസൂലല്ലാഹ് ഫകൈഫ ബിമാ യുസീബു സൗബി മിൻഹു. അപ്പൊ ആ മദി എന്റെ വസ്ത്രത്തിലായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ഫീക ബിഅൻ തഅഖുദ കഫൻ മിൻ മാഇൻ, ഒരു കഫ് എന്ന് പറഞ്ഞാൽ ഒരു പിടി വെള്ളം, ഒരു പിടി വെള്ളം എടുക്കുക. ഫതൻലഹു ബിഹാ സൗബക ഹൈസു തറ അന്നഹു അസാബഹു, എന്നിട്ട് അത് എവിടെയാണ് നിന്റെ വസ്ത്രത്തിലായത് അവിടെ എന്ത് ചെയ്യുക? വെള്ളം കൊടയുക. ആ രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദി വൃത്തിയാക്കേണ്ട രൂപം പറഞ്ഞതാണ്.
وأما الودي ودي എന്ന് പറഞ്ഞാൽ فهو ماء أبيض ثخين يخرج كدرا بعد البول മൂത്രം വെച്ചതിന് ശേഷം അവസാനമായിട്ട് വരുന്ന ഒരു വെള്ള കളറുള്ള വെള്ളത്തിനാണ് വദി എന്ന് പറയുക. വഹുവ നജിസുൻ, അതും നജസാണ്. വയതുഹുറു കദാലിക ബിഗസ്ലി الذكر ثم الوضوء, അതും മദീനെ പോലെ തന്നെ എങ്ങനെയാണോ ശുദ്ധിയാക്കേണ്ടത് ആ രീതിയിൽ ശുദ്ധിയാക്കപ്പെടേണ്ട സാധനമാണ് മദി. വഅമ്മൽ മനി, മൂന്ന് സാധനങ്ങളാണ് മദി, വദി, മനി. മനി എന്നുള്ളത് ഫഹുവ മാ യഖ്റുജു ദിഫ്ഖൻ ബിലദ്ദത്തിൻ വയൂജിബുൽ ഗുസ്ല, അത് കുളി നിർബന്ധമാക്കുന്ന കാര്യമാണ്. വഹുവ താഹിറുൻ, മനി താഹിറാണ്. മറ്റേ രണ്ടും നജസാണ്, മനി താഹിറാണ്. ലാകിൻ യുസ്തഹബ്ബു ഗസ്ലുഹു ഇദാ കാന റുത്ബ, പക്ഷെ അത് നനവുള്ളതാണെങ്കിൽ അത് കഴുകി ശുദ്ധിയാക്കൽ മുസ്തഹബാണ്. വഫർഖുഹു ഇദാ കാന യാബിസ, അത് വസ്ത്രത്തിൽ ഉണങ്ങിപ്പിടിച്ചതാണെങ്കിൽ നഖം കൊണ്ട് ചിരണ്ടിക്കളയലും മുസ്തഹബാണ്. കമാ സബത അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ കാനത് തഫഅലുഹു ഫീ തൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസാബഹു അൽ മനി. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, മഹദി പറയാണ്, ഞാൻ അള്ളാന്റെ റസൂലിന്റെ വസ്ത്രത്തിൽ നിന്നും മനിയുടെ അസർ, മനി ഉണങ്ങിയത് എന്ത് ചെയ്യും, എന്റെ വിരൽ കൊണ്ട് ചിരണ്ടിക്കളയുമായിരുന്നു. എന്നിട്ട് അതേ വസ്ത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു. ആ വസ്ത്രത്തിൽ അതിന്റെ അടയാളം ഞാൻ കാണുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിലേക്ക് ധാരാളം വിശദീകരണങ്ങളുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും, ഒരു ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യേണ്ടത് ഭാര്യയാണ്. ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണ്. ഏതുവരെ? ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് മനി കഴുകി ശുദ്ധിയാക്കേണ്ടത് വരെ ഭാര്യയാണ്. അതൊന്നും നിർബന്ധമല്ല, പക്ഷെ ഭാര്യയുടെ ഫضل എന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ അതും താഹിറാണ്, പക്ഷെ അത് കഴുകി ശുദ്ധിയാക്കൽ മുസ്തഹബാണ്. ഏഴാമത്തത് അൽ ജല്ലാല. ജല്ലാല എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടത് മാത്രം തിന്ന് ജീവിക്കുന്ന ജീവികൾ. ചില കോഴികള്, ചില പശു, കാള, അതൊക്കെ എന്ത് ചെയ്യും, വൃത്തികേട് മാത്രം നല്ലതൊന്നും തിന്നൂല. അതാണ് ജല്ലാല എന്ന് പറയാം. وهي الدابة التي تأكل العذرة والبعر فقد ثبت عن ابن عمر رضي الله عنهما قال نهى رسول الله صلى الله عليه وسلم عن لحوم الجلالة وألبانها. ഈ വൃത്തികെട്ടത് മാത്രം തിന്ന് ജീവിക്കുന്ന മൃഗങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പാല് കുടിക്കുന്നതും അതിന്റെ മാംസം ഭക്ഷിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവി നമുക്ക് തിന്നണമെങ്കിൽ, ഭക്ഷിക്കണമെങ്കിൽ, അതിന്റെ പാൽ ഉപയോഗിക്കണമെങ്കിൽ ഫഇദാ ഹുബിസത് ഹത്താ യസൂല അൻഹാ ഇസ്മുൽ ജല്ലാല, അതിനെന്ത് ചെയ്യുക, കെട്ടിയിടാം. മൃഗത്തിനെ കെട്ടിയിട്ടിട്ട് നല്ല ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കും ഒരു 3 ദിവസം. എന്നിട്ട് അതിനെന്ത് ചെയ്യാം, അറുക്കാം, അതിന്റെ പാല് ഉപയോഗിക്കാം. فقد ثبت عن ابن عمر رضي الله عنه أنه إذا أراد أكل الجلالة حبسها 3. ജല്ലാലത്തായ മൃഗത്തെ, വൃത്തിയോടെ മാത്രം തിന്നുന്ന മൃഗത്തെ, എന്തായാലും നമുക്ക് തിന്നാൻ പറ്റുന്ന മൃഗം, അതിനെ തിന്നണമെങ്കിൽ അബ്ദുല്ലാഹി ഉമർ എന്ത് ചെയ്യുമായിരുന്നു, അതിനെ 3 ദിവസം കെട്ടിയിടുമായിരുന്നു. എന്നിട്ട് നല്ല ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കും. അതിനുശേഷം അതിനെ അറക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് നജസുകൾ. 7 നജസുകൾ പറഞ്ഞു. ആ 7 നജസിൽ നിന്നും ശുദ്ധിയാക്കേണ്ട രൂപവും പറഞ്ഞു. ഇനി മൊത്തം ഈ തത്വഹീറിന്റെ ബാബിൽ, തഹാറത്തിന്റെ ബാബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞെന്നുള്ളത് ഷോർട്ടായി പറയാണ്. ബൗലും വറൗസുമായു ഉക്കലു ലഹ്മുഹു താഹിറുൻ, ഞങ്ങൾ തിന്നുന്ന മൃഗങ്ങൾ, നമുക്ക് തിന്നാൻ പറ്റിയ മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും താഹിറാണ്. ലിമാ സബത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അല്ലദീന ഇജ്തവൂ അൽ മദീന വമരിദൂ ഫീഹാ അൻ യശ്റബൂ അബ്വാബൽ ഇബ്ലി വഅൽബാനിഹ. മദീനയിൽ പണ്ട് കാലത്ത് ഒരു രോഗം ഉണ്ടായിരുന്നു. മദീനയിലേക്ക് വന്നാൽ അതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് പറയുന്നത്, ക്ലൈമറ്റ് അതെല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാവർക്കും ആ ഒരു രോഗം ഉണ്ടാകുമായിരുന്നു, വിഷപ്പനി ഉണ്ടാകുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. എല്ലാവർക്കും ആ പനി പിടിച്ചു. കുറെ ആൾ മരണപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയൊക്കെ ഫുള്ള് കൊഴിഞ്ഞു പോയി പനി പിടിച്ചിട്ട്. റസൂലും പ്രയാസപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെയാണ് ആ ഒരു രോഗം ഇല്ലാതായത്. പക്ഷെ ഇന്നും നമ്മളെ ഉംറക്കെല്ലാം പോയാലും മക്കത്തെല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് എത്തുമ്പോഴാണ് പ്രയാസം തുടങ്ങുക, ബുദ്ധിമുട്ട് തുടങ്ങുക. ആ ക്ലൈമറ്റ് പെട്ടെന്ന് നമുക്ക് ഇതാവൂല, നമ്മുടെ ശരീരത്തിന് പിടിക്കൂല. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ മദീനയിലേക്ക് വന്ന് അവർക്ക് രോഗം പിടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു, ഒട്ടകത്തിന്റെ മൂത്രവും പാലും കുടിക്കാൻ കൽപ്പിച്ചു. ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ കൽപ്പിച്ചു. അത് കുടിച്ചു, അതിന്റെ പാലും കുടിച്ചു, രോഗം ശരിയായി. ഈ ഹദീസിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ തിന്നുന്ന മൃഗങ്ങളുടെ മൂത്രവും കാഷ്ടവും നജസല്ല. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന യുസല്ലി ഫീ മറാബിദിൽ ഗനമി, ആടുകളെ കെട്ടുന്ന ആട്ടിന്റെ ഇതുണ്ടാവും, കൂട്, ആ കൂട്ടിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു. എന്തായാലും ആട്ടിനെ കെട്ടുന്ന സ്ഥലത്ത് നിന്നുണ്ടാവും അതിന്റെ മൂത്രം ഉണ്ടാവും, കാഷ്ടം ഉണ്ടാവും.
റസൂൽ എവിടെ നിന്നും നിസ്കരിച്ചിരുന്നു. റസൂൽ നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തിരുന്നു സഹാബാക്കൾ. അപ്പൊ അവിടെ നിന്ന് മനസ്സിലായി നമ്മൾ തിന്നുന്ന മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസല്ല. അതുപോലെ തന്നെ ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അത് ഈ ഹുക്മിൽ നിന്ന് പുറത്താണ്. ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലത്ത് നിന്നും നിസ്കരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിച്ചാൽ വുദു ചെയ്യാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തെ കാര്യം മാ ലാ ദമലഹു സായിലുൻ കദ്ദുബാബി വന്നംലി വന്നഹ്ലി വൽഅൻകബൂതി ഫഹാദാ മൈതത്തുൻ താഹിറത്തുൻ. ഒഴുകുന്ന ചോരയില്ലാത്ത ചെറിയ ചെറിയ ജീവികൾ, ഈച്ച, കൊതുക്, തേനീച്ച, ഈ ചലന്തിയില്ലേ, ചെറിയ ചലന്തി, ആ വക ചെറിയ 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 ജീവികൾ, ഫഹാദാ മൈതത്തുൻ താഹിറത്തുൻ, അതിന്റെ മയ്യത്ത് എന്താണ്? താഹിറത്താണ്, നജസാവില്ല, ശുദ്ധിയുള്ളതാണ്. അതിന്റെ മയ്യത്ത് ശുദ്ധിയുള്ളതാണ്. ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് തെളിവായിട്ട് കൊടുത്ത ഹദീസ് ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദി ഫീ ഇനായി അഹദികും ഫല്യഗ്മിസ്ഹു കുല്ലഹു ثم ليطرحه فإن في أحد جناحيه شفاء وفي الآخر داء. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഈച്ചയെ പിടിച്ച് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് മുക്കിയെടുക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞത് ഈച്ചയുടെ ഒരു ചിറകിൽ രോഗത്തിന് കാരണമാകുന്ന കാര്യങ്ങളുണ്ട്, മറ്റേ ചിറകിൽ ആ രോഗത്തിന് ശിഫ കിട്ടുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഈച്ച വീഴുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ആ രോഗമുള്ള ഭാഗമാണ് നിലത്ത് വീഴുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് എന്ത് മനസ്സിലായി? ഒഴുകുന്ന ചോരയില്ലാത്ത ചെറിയ ചെറിയ ജീവികൾ, അതിന്റെ മയ്യത്ത് നജസല്ല, ശുദ്ധിയുള്ളതാണ്. നമ്മുടെ ജീവിതം നമ്മൾ കാണുന്നതന്നെ അല്ലേ? ഇപ്പൊ ചോറിലും കറിയിലൊക്കെ എന്തുണ്ടാവും? ചെറിയ പാറ്റകളുണ്ടാവും. നമ്മൾ തിന്നുന്നില്ലേ? അതിനെടുത്ത് കാലം നമ്മൾ തിന്നുന്നില്ലേ? അതൊന്നും എന്തല്ല, നജസല്ല. ദീൻ എളുപ്പമുള്ളതാണ്, ആരെയും പ്രയാസപ്പെടുത്താനുള്ളതല്ല ദീൻ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി, ആർക്കും സംശയമില്ലാത്ത, ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ദീൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ദീൻ നമ്മുടെ ജീവിതമാണ്, അതനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. ആരും പ്രയാസപ്പെടുത്താനല്ല, ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ് ദീൻ. മൂന്നാമത്തെ കാര്യം തത്ഹീറു കുല്ലി സഖീലിൻ ലാ മസാമ ലഹു കസ്സിക്കീനി വസ്സൈഫി വൽഅൽമി വസ്സുജാജി യകൂനു ബിൽ മസ്ഹി അല്ലദി യസൂലു ബിഹി അഥറുൻ നജാസ. മൂർച്ചയുള്ള സാധനങ്ങൾ, കത്തി, വാള്, നമ്മളെ ഗ്ലാസിന്റെ കഷ്ണം, ചില്ലിന്റെ കഷ്ണം ഉണ്ടാവല്ലോ, അത്, മൂർച്ചയുള്ള എല്ലിന്റെ കഷ്ണം, ഇതൊക്കെ നജസായാൽ ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ്? അത് തുടച്ചിട്ട് അത് നജസിന്റെ അസർ കളഞ്ഞാൽ മതി, കഴുകണമെന്നില്ല. അപ്പൊ നല്ല കത്തി, മൂർച്ചയുള്ള കത്തി, അതിനെന്തെങ്കിലും നജസായി ഒരു തുണി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? തുടച്ചാൽ മതി. ആ നജസ അതിൽ നിന്നും കളഞ്ഞാൽ മതി, അത് ശുദ്ധിയായി. അതുപോലെ തന്നെ നാലാമത്തത് തത്ഹീറു സമനി ഔ നഹ്വിഹി ഇൻ വഖഅത് ഫീഹി ഫഅറത്തുൻ. സമന് എന്ന് പറഞ്ഞാല് വെണ്ണ എന്ന് പറയും മലയാളത്തിൽ. വെണ്ണ എന്താ പറയാ? കട്ടിയുള്ള നെയ്യില്ലേ, കട്ടിയുള്ളത്. അങ്ങനത്തെ വസ്തുവിൽ എലി വീണാൽ, എലി വീണു, അതിൽ ചത്തു. സഹാബി വനിത ചോദിക്കണം, അതാണ്ട് റസൂലെ, എന്റെ സമനില് കട്ടിയുള്ള വെണ്ണയിൽ എന്ത് ചെയ്തു? എലി വീണു, അത് ചത്തു, എന്താ ചെയ്യേണ്ടതെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ എലീനെ എടുത്ത് കളയാ. ആ എലി വീണ ഭാഗം എന്താ? ചുറ്റുഭാഗത്തുള്ള എണ്ണയും എടുത്ത് കളയാം, അത് ഫുള്ള് കളയേണ്ട ആവശ്യമില്ല. ഇനി ആ വീണത് വെള്ളത്തിലാണെങ്കിൽ, നമ്മളെ വെളിച്ചെണ്ണ, ഓയിലിന് വെള്ളം പോലെയല്ലേ, ഓയിലാണെങ്കിൽ എന്താ? നമ്മൾ വെള്ളത്തിന്റെ ഹുക്ം എന്താണോ പറഞ്ഞത് അത്. വെള്ളത്തിന്റെ ഹുക്ം എന്താ പറഞ്ഞത്? നജസത്ത് വീഴുകയും ആ വീണ കാരണത്താൽ അതിന്റെ നിറമോ കളറോ മണമോ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ആയാൽ അത് നജസായി, ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ അത് നജസല്ല. തിന്നില്ലേ? അഞ്ചാമത്തത് ഇദാ കാന ഫി ثوبി അവിൽ ബദനി അവിൽ മകാനി الذي يصلي فيه نجاسة. ശരിക്കും ശ്രദ്ധിച്ചു, നമ്മുടെ ജീവിതത്തിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന അവസ്ഥയാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലോ നജസുണ്ട്. ഫഇൻ ദകറഹ വഹുവ ഫി സ്വലാത്തി. ഇനി ഞങ്ങൾ നിസ്കാരത്തിലായിരിക്കെ നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി എന്റെ ശരീരത്തിൽ നജസുണ്ട്, അല്ലെങ്കിൽ എന്റെ വസ്ത്രത്തിൽ നജസുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസുണ്ട് എന്ന് മനസ്സിലായാൽ അസാലഹ, ആ നിസ്കാരത്തിനിടയിൽ അത് നീക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? നീക്കണം. വസ്തമറ ഫി സ്വലാത്തി, എന്നിട്ട് എന്ത് ചെയ്യാം? നിസ്കാരം തുടരുക. ഇപ്പൊ മുസല്ലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുസല്ല എടുത്ത് മാറ്റി വെക്കുക. ഇനി അഴിച്ചു മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും വസ്ത്രത്തിലാണെങ്കിൽ അത് മാറ്റി വെക്കുക, എന്നിട്ട് നിസ്കാരം തുടരുക. വസ്സലാത്തുഹു സഹീഹത്തുൻ, ഓന്റെ നിസ്കാരം സഹീഹാണ്. വഇൻ ദകറഹ ബഅദ അൽ-ഇൻസിറാഫ് മിന അസ്-സലാ, ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ നജസുണ്ട് എന്നുള്ളതാണെങ്കിൽ ഔ അലിമ ബിഹ,
ഓർത്തത് അല്ലെങ്കിൽ അത് ഓനിക്ക് മനസ്സിലായത് നിസ്കാരത്തിന് ശേഷം ഫസലാത്തുഹു സഹീഹത്തുൻ, അവന്റെ നിസ്കാരം എന്താണ്? സഹീഹ്, മാറ്റി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. فنبي سعيد الخدري رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم ذات يوم. ഇതൊക്കെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിന് തെളിവായിട്ട് അദ്ദേഹം അബൂ സഈദ് അൽ ഖുദരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് കൊടുത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമുക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു. ഫലമ്മാ കാന ഫീ ബഅദി സ്വലാത്തിഹി ഖലഅന അലൈഹി. അങ്ങനെ ആ നിസ്കാരത്തിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പഴിച്ച് മാറ്റിവെച്ചു. ഫവളഅഹുമാ അൻ യസാരിഹി, ഇടതു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. ഫലമ്മാ റഅ അന്നാസു ദാലിക ഖലഉ നിആലഹും. ഇത് പിറകിൽ നിന്ന് സഹാബാക്കൾ ഇത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ചെരുപ്പഴിച്ച് ഇടതു സൈഡിലേക്ക് മാറ്റിവെച്ചു. ഫലമ്മാ ഖളാ സ്വലാത്തഹു ഖാല മാ ബാലുക്കും അൽഖൈതും നിആലക്കും. റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പഴിച്ച് മാറ്റിവെച്ചത്? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫഅൽഖൈനാ നിആലന. അതായത് റസൂലെ, തങ്ങളുടെ ചെരുപ്പഴിച്ച് മാറ്റിവെക്കുക ഞങ്ങൾ കണ്ടു, ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളും ചെരുപ്പഴിച്ച് മാറ്റിവെച്ചു. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീല അതാനി ഫഅഖ്ബറനി അന്ന ഫീഹാ ഖദിറൻ. എൻ്റെ അടുക്കൽ ജിബ്രീൽ വരികയും എന്നോട് അതിൽ നജസ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. ഫഅൽഖൈതുഹുമാ, അപ്പോഴാണ് എന്ത് ചെയ്തത്? ഞാൻ ആ രണ്ട് ചെരുപ്പഴിച്ച് മാറ്റിവെച്ചത്. ഫഇദാ ജാഅ അഹദുക്കും അൽ മസ്ജിദ, എന്നിട്ട് റസൂൽ പറയാണ്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഫൽയൻദുർ ഫീ നഅലൈഹി, അവന്റെ ചെരുപ്പിൽ എന്ത് ചെയ്യുക? നോക്കുക. ഫഇൻ റഅ ഫീഹിമാ ഖദിറൻ, എന്നിട്ട് അതിൽ എന്തെങ്കിലും നജസ് കണ്ടാൽ ഫല്യംസഹ്ഹാ, എന്ത് ചെയ്യുക? മണ്ണിൽ അരച്ച ആ നജസിനെ കളയുക. വൽയുസല്ലി ഫീഹിമാ, എന്നിട്ട് ആ ചെരുപ്പിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കാം. ഇപ്പം മസല കഴിഞ്ഞു. ശരീരത്തിൽ നജസ് ഉണ്ട്, നിസ്കാരത്തിനിടയിൽ ആ നജസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് നീക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നീക്കിയിട്ട് നിസ്കാരം തുടരാം, നിസ്കാരം സഹിഹാണ്. മസല എഴുതുന്നുണ്ട്, തിരക്കാക്കല്ല. ഇനി അത് നിസ്കാരത്തിന് ശേഷമാണ് എന്ത് ചെയ്തത് മനസ്സിലായതെങ്കിൽ അവന്റെ നിസ്കാരം എന്താണ്? സഹിഹാണ്. വഇൻ ദക്കറ നജാസത ഔ അറഫഹ, അല്ലെങ്കിൽ അവനക്ക് ഓർമ്മയായി, എന്റെ ശരീരത്തിൽ നജസ് ഉണ്ട് എന്ന് ഓർമ്മയായി, അല്ലെങ്കിൽ മനസ്സിലായി നജസ് ഉണ്ട് എന്ന് മനസ്സിലായി. വഹുവ ഫി സ്വലാത്തി, ഓ നിസ്കാരത്തിലാണ് ഉള്ളത്. വലാ യസ്തതിഉ ഇസാലതഹ, അത് നീക്കാൻ കഴിയുന്നില്ല. ഇപ്പം പാന്റിലാണ് അല്ലെങ്കിൽ കമീസിലാണ്, അത് നീക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ നീക്കാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്ത നജസാണെങ്കിൽ ഫയൻസരിഫു അൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? നിസ്കാരം കൈ വെക്കണം, നിസ്കാരം വിടണം. വയുസീലു നജാസത, ആ നജസ് നീക്കണം, നിസ്കാരം വിട്ടിട്ട് ആ നജസ് നീക്കണം. സുമ്മ യസ്തഅനിഫു സ്വലാ, പിന്നെ നിസ്കാരം രണ്ടാമത് എന്ത് ചെയ്യണം? തുടങ്ങണം. ക്ലിയർ അല്ലേ? ആറാമത്തെ മസല, അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്തഹാറത്തു വൽ ഇബാഹത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്തഹാറ, ഒരു വസ്തുവിന്റെ ഹുക്മ് തഹാറത്താണ്, അത് ശുദ്ധിയുള്ളതാണ്, അത് ഹലാലാണ്. അതാണ് അസ്ല്, അടിസ്ഥാനം. നമ്മൾ ചോദിക്കണം, എന്തും ഇതിന്റെ ഹുക്മ എന്താ? അത് ഉപയോഗിക്കൽ ഹലാലാണ്, അത് തഹാറത്താണ്, നജസല്ല. ഇതിന്റെ ഹുക്മ എന്താ? അത് ഉപയോഗിക്കൽ ഹലാലാണ്, അത് തഹാറത്താണ്, ശുദ്ധിയുള്ളതാണ്. ഇതാണ് അസ്ല്. ഇനി അതിന് ശേഷം അതിലെന്തെങ്കിലും നജസ് വന്നാൽ അത് നജസായി, അതിന് എന്തെങ്കിലും ഹറാമ് വന്നാൽ അത് ഹറാമായി. എല്ലാ വസ്തുവിന്റെയും അസ്ല് എന്താണ്? തഹാറത്താണ്, ഹലാലാണ്. ഇപ്പൊ നമുക്ക് ഇത് ഒരു പുതിയൊരു സാധനം കിട്ടി, തിന്നാൻ പറ്റുന്ന ഒരു സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്, ലോകത്ത് ആരും ഇതുവരെ തിന്നിട്ടില്ല, ആർക്കും ആ പരിചയമില്ല. അപ്പൊ അതിന്റെ ഹുക്മ എന്താ? തഹാറത്താണ്, ശുദ്ധിയുള്ളതാണ്, അത് ഹലാലാണ്, തിന്നാൻ പറ്റുന്നതുമാണ്. ഇനി അതിനെന്തെങ്കിലും അത് ഇന്ന കാരണമുണ്ട് അതുകൊണ്ട് തിന്നാൻ പറ്റൂല എന്ന് ദലീൽ വരണം, എന്നാലേ തിന്നാൽ ഹറാമാവുള്ളൂ. കാരണം ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അപ്പൊ എല്ലാ വസ്തു എന്താണ്? ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, തഹാറത്തുള്ളതാണ്, ശുദ്ധിയുള്ളതാണ്. ഇനി അതിനെന്ത് ചെയ്യണം? ഖുർആനോ ഹദീസിനോ നസ്സ് വരണം, അത് പറ്റൂല, അത് ഉപയോഗിക്കരുതെന്ന് പ്രത്യേക നസ്സ് വരുന്നത് വരെ എല്ലാ വസ്തുവും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഫഇദാ ശക്കൽ മുസ്ലിമു, ഒരു മുസ്ലിം സംശയിക്കുകയാണ്, ഫീ നജാസതി മാഇൻ ഔ സൗബിൻ ഔ മകാൻ. ഇപ്പം ഈ മുസല്ലയുടെ ഹുക്ം എന്താ? തഹാറത്താണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അല്ലെ, ശുദ്ധിയുള്ളതാണ്. ഒരാൾ സംശയിക്കാണ്, അതിന് നജസ് ഉണ്ട് എന്ന് സംശയിച്ചു, ലാ യദുറുഹു ദാലിക്, ആ സംശയം എന്തില്ല, നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ അസ്ൽ എന്താണ്? തഹാറത്താണ്. ഇനി ഉറപ്പായി അതിന് നജസ് ഉണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നിസ്കരിക്കാം. നജസ് ഉണ്ട് എന്ന് ഉറപ്പായാൽ അതിന്റെ ഹുക്ം എന്തായി? നജസായി. എല്ലാ വസ്തുവും അതാണ്. നമ്മുടെ വീട്ടുകാർക്കൊക്കെ എപ്പോഴും സംശയങ്ങളായിരിക്കും, തീരാത്ത സംശയങ്ങൾ. അപ്പൊ ഒന്നിന്റെ അസ്ൽ എന്താണ്? തഹാറത്താണ്, ശുദ്ധിയുള്ളതാണ്, ഇതാണ് അസ്ല്. ഇനി അതിൽ സംശയം കൊണ്ട് എന്ത് ചെയ്യില്ല, ഈ അസ്ല് നീങ്ങൂല. സംശയം കൊണ്ട് ഉറപ്പുള്ള ഒരു കാര്യം എന്ത് ചെയ്യില്ല, സംശയം കൊണ്ട് നീങ്ങൂല. ഇനി വയബ്ഖാ താഹിറ, ആ വസ്തു എന്താണ്? സംശയം ഉണ്ടായാലും ശരി, ആ വസ്തു താഹിറായിട്ട് തന്നെ അവശേഷിക്കും. വകദാലിക, അതേപോലെ തന്നെ ഇദാ കാന നജിസൻ,
ഒരു വസ്തുവിൽ നജസായി, ഉറപ്പായി നജസ് ഉണ്ടെന്ന് ഉറപ്പായി, അപ്പൊ അതിന്റെ ഹുക്കം എന്താണ്? അത് നജസാണ്, നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല, നജസാണ്. വശക്കഹൽ തതഹറ അംല, പിന്നെ സംശയം എന്തിനാണ്? ആ നജസ് നീക്കിയിട്ട് ശുദ്ധിയാക്കിയോ ഇല്ലയോ എന്ന വിഷയത്തിൽ സംശയം. നജസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, ആ നജസ് നീക്കിയ വിഷയത്തിൽ സംശയം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബന അല മാ തയഖനഹു, ഓനക്ക് എന്താണോ ഉറപ്പ് അതിനെടുക്കണം. നജസ് ഉണ്ട് എന്നുള്ളതിനെ സ്വീകരിക്കണം. നജസായത് ഉറപ്പാണ്, പക്ഷെ അത് വൃത്തിയാക്കിയോ ഇല്ല എന്ന വിഷയത്തിൽ സംശയം, അപ്പൊ എന്തെടുക്കണം? നജസാണ് എന്നതിനെ എടുക്കണം, അവനക്ക് ഉറപ്പുള്ളതിനെ എടുക്കണം. കാരണം ഉറപ്പുള്ളൊരു കാര്യത്തെ സംശയം നീക്കൂല. നേരെ തിരിച്ചും വൈൻ തയക്കനൽ ഹദതു വശക്ക ഫീ സവാലിഹി ബന അലാ മാ തയക്കനഹു. ഒരാൾ വുദൂ ചെയ്തു, ളുഹ്ർ നിസ്കാരത്തിന് വുദൂ ചെയ്തു, ഉറപ്പാണ് വുദൂ ചെയ്തിട്ടുണ്ട്, അത് വുദൂ മുറിഞ്ഞോ ഇല്ല എന്ന് സംശയമായി, അപ്പൊ എന്താണ്? വുദൂ എടുത്തത് ഉറപ്പാണ്, എടുത്തിട്ടുണ്ട്, ആ വുദൂ മുറിഞ്ഞോ ഇല്ല എന്ന വിഷയത്തിൽ സംശയമായി, അപ്പൊ പിന്നെ ആ വുദൂ ഉണ്ട് എന്ന് തീരുമാനിക്കണം. കാരണം എടുത്തത് ഹദത്ത് ആയി, വുദൂ ചെയ്തെന്നുള്ളത് ഉറപ്പാണ്, മറ്റേത് സംശയമാണ്. അപ്പൊ ആ സംശയം എന്ത് ചെയ്യില്ല, ഈ ഉറപ്പിനെ നീക്കൂല. നേരെ തിരിച്ചു, വുദു പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ്, വുദു പോയതിന് ശേഷം വുദു ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന വിഷയത്തിൽ സംശയമായി, ഏതെടുക്കണം? വുദു പോയി എന്നുള്ളതിനെ എടുക്കണം. അപ്പൊ ഉറപ്പുള്ളതിന് എടുത്ത് സംശയത്തിന് എന്ത് ചെയ്യണം? നീക്കണം എന്നാണ് മസാല. അപ്പം അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്തഹാറത്തു വൽ ഇബാഹ, എല്ലാ വസ്തുവിന്റെയും അടിസ്ഥാനം എന്താണ്? അത് ശുദ്ധിയുള്ളതാണ്, അതുപോലെ തന്നെ അത് ഹലാലാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് മസാല. ഈ ഹദീസ് നമുക്ക് ഈ ഇപ്പൊ അസ്ല് പഠിച്ചല്ലോ, അടിസ്ഥാനം പഠിച്ചല്ലോ, ആ അടിസ്ഥാനം പണ്ഡിതന്മാർ പറയാൻ അവർക്ക് തെളിവായിട്ടുള്ള ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഒന്നൊരു ഹദീസാണ്. റസൂൽ പറയാണ്, لقول النبي صلى الله عليه وسلم للرجل الذي يخيل إليه أنه يجد الشيء في الصلاة. ഒരാൾ നിസ്കാരത്തിൽ നിൽക്കുകയാണ്, നിസ്കാരത്തിനിടയിൽ അവന് ആ ആശയക്കുഴപ്പത്തിലായി, അവന്റെ വുദു പോയിനോ ഇല്ലോ എന്നുള്ള ആശയക്കുഴപ്പം, വയറിന് അസ്വസ്ഥതയുണ്ട്, വുദു പോയോ ഇല്ല എന്നുള്ള വിഷയത്തിൽ സംശയത്തിലായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻസരിഫ്, അവൻ ചെയ്യാൻ പാടില്ല, ആ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, ശരിക്കും ശബ്ദം കേൾക്കുന്നത് വരെ, ശബ്ദം കേട്ട് ഉറപ്പാകണം, അല്ലെങ്കിൽ മണത്തിട്ട് ഉറപ്പാകണം. ഒന്നുകിൽ മണം അല്ലെങ്കിൽ ശബ്ദം, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുമല്ലോ. ഈ രണ്ടാലെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് അവന്റെ വുദു പോയി എന്ന് ഉറപ്പാകുന്നത് വരെ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. ഈ ഹദീസിൽ നിന്നാണ് പണ്ഡിതന്മാർ ഈ വക കാര്യങ്ങൾക്ക് തെളിവായി എടുക്കുന്നത്. വ്യക്തല്ലേ? അപ്പൊ തഹാറത്തിന്റെ ഭാഗം കഴിഞ്ഞു, വെള്ളത്തിന്റെയും നജസിന്റെയും ഭാഗം കഴിഞ്ഞു. അടുത്തതിന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഹ്കാമു വ ആദാബു തഖല്ലി വ ഖളാഇൽ ഹാജ, ഖളാഉൽ ഹാജത്ത്, മലമൂത്ര വിസർജനം നടത്തേണ്ടതിന്റെ ഹുക്കുമുകളും അതിന്റെ ആദാബുകളും. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ദീൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഒരു മനുഷ്യന്, അള്ളാഹുവിന്റെ അടിമ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അതിൽ പ്രസവിച്ചന്ന് മുതൽ മരിക്കുന്നത് മരണശേഷം അവരെന്താക്കണം എന്നുള്ളത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും ബോധ്യപ്പെടും. അതിലൊന്നും ഒരു അശാസ്ത്രീയത ആർക്കും കാണാനും കഴിയില്ല. ദീൻ പഠിപ്പിച്ചൊരു കാര്യത്തിൽ അത് ശാസ്ത്രത്തിന് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നല്ലതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഓന്റെ ബുദ്ധിക്ക് ഒരു കുറവുണ്ട്. ദീനിലൊരു കാര്യം, ദീനിന്റെ ഒരു നിയമം അത് നല്ല നടത്തിപ്പിനെതിരാണ്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്നതിനെതിരാണ്, അത് യോജിച്ചതല്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ബുദ്ധിക്ക് പ്രശ്നമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ വ്യക്തമായി പഠിക്കുക, മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഭാഗം മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.